മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഒരു ജനകീയ ഭക്ഷ്യവിഭവത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പം. വർഷങ്ങളായി പരമ്പരാഗത ശൈലിയിൽ ഈ വിഭവം മാത്രം ഒരുക്കുന്ന ഒരു ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റിലേക്കാണ് സജോ ദേവസി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തലശ്ശേരി എരഞ്ഞോളിയിലേക്കാണ് ഇക്കുറി കണ്ണൂരിലെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. വ്യത്യസ്ത രുചിക്കൂട്ടുകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യം. മലബാറിൽ ഗൃഹപ്രവേശമടക്കമുള്ള ചടങ്ങുകളിൽ സ്ഥിരം സാന്നിധ്യമായ ഒരു വിഭവമുണ്ട്, കിണ്ണത്തപ്പം. മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പം. ആഴ്ചയിൽ 7 ദിവസവും കിണ്ണത്തപ്പം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വിശേഷങ്ങൾ കാണാം. റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് തലശ്ശേരി എരഞ്ഞോളിയിലാണ്. മലബാർ സ്പെഷ്യൽ കിടിലം കിണ്ണത്തപ്പത്തിന്റെ രുചി തേടിയാണ് നമ്മൾ ഇവിടെ വന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് അക്ഷയ സ്വീറ്റ്സിലാണ്. ഇവിടെ കിണ്ണത്തപ്പത്തിന്റെ മേക്കിങ്ങും മറ്റ് പ്രത്യേകതകളും സവിശേഷതകളും എല്ലാം അറിയാം. എനിക്കൊപ്പം നിൽക്കുന്ന ദാസേട്ടനും മകൻ സുധീഷുമാണ് ഈ സംരംഭത്തിൻ്റെ നായകർ. അവരാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ദാസേട്ട, ഞാനിവിടെ വന്നപ്പോൾ അല്ല, ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഒരു സ്പെഷ്യൽ ആണ് നിങ്ങളുടെ കിണ്ണത്തപ്പം എന്ന് കേട്ടു. ഒരുപാട് ഫേമസ് ആണ്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? എന്താണ്? പാചകം തന്നെയാണ് പ്രധാനം. എല്ലാം ആ കൂട്ടും കൊഴുപ്പും എല്ലാം കാര്യങ്ങളും കൃത്യമായ കാര്യങ്ങൾ, ഒരു മായവും കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ ഒതന്റിക് കണ്ണൂർ കിണ്ണത്തപ്പം എന്ന് പറയാം. ഒറിജിനാലിറ്റി വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ സെയിം. 35 കൊല്ലമായിട്ട് ദാസേട്ടൻ ഈ ഫീൽഡിൽ തന്നെയാണെന്നാണ് കേട്ടത്. അതെ 35 കൊല്ലമായിട്ട് ഇത് മാത്രമാണ് ജീവിതം, കിണ്ണത്തപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല സംതൃപ്തി. അതായത് അപ്പോൾ ഇവിടെ ആദ്യകാലത്ത് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മിഷണറീസ് വന്നു. ആ മിഷണറി കൈ കൊണ്ട് ഇളക്കിയതായി മിഷണറികൾ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. സുധിച്ചേട്ടാ, നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന്, ജനറൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് വെളിപ്പെടുത്തണ്ട. ബാക്കി നമ്മുടെ ജനറൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മേജറായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഒരു പ്രധാന കണ്ടന്റ്. ഒപ്പം ശർക്കരപ്പാനി അല്ലേ, വെള്ളം ഉരുക്കിയത്, അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൽ പാരമ്പര്യമായിട്ടുള്ളത് എല്ലാ രീതിയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ട് വെള്ളമാണ്, ശർക്കരയാണ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ശർക്കര നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് മാർക്കറ്റിൽ ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നത്. അങ്ങനെ നല്ല ശർക്കര തിരഞ്ഞെടുത്ത് അത് ഉരുക്കിയ ശേഷം, അതേപോലെ നല്ല തേങ്ങ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് തേങ്ങാപ്പാലാക്കി മാറ്റണം. അതെല്ലാം മിഷനറിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ തേങ്ങാപ്പാലിൻ്റെ അകത്താണ് നമ്മൾ ഈ അരിപ്പൊടി ഏറ്റവും മെയിനായിട്ടുള്ള കണ്ടന്റ് അരിയാണ്. അരി നമ്മൾ ഉപയോഗിക്കുന്ന 50 രൂപയോളം വരുന്ന മാർക്കറ്റ് അരിയാണ്, കിസാൻ ബ്രാൻഡിൻ്റെ അരിയാണ്. അത് അങ്ങനെ എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇത് ഈ അരി കഴുകി പൊടിച്ച് ഡ്രയറിൽ വെച്ച് ഉണക്കി നമ്മുടെ തന്നെ മെഷീനിൽ പൊടിച്ചെടുത്ത് അതിലേക്കാണ് നമ്മൾ ഈ എടുത്ത് വെച്ച തേങ്ങാപ്പാലില്ല, നേരത്തെ നമ്മൾ തേങ്ങ എടുത്ത് വെച്ച പാലെടുത്ത് ഉപയോഗിക്കുന്നത്. പാലിലാണ് ഇത് കലക്കി ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അരിപ്പൊടി, ശർക്കരപ്പാനി, ഒപ്പം തേങ്ങാപ്പാൽ. ഇതല്ലാതെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് വേറെ കടലപ്പരിപ്പ് നാടാർക്കോട്ടിന് നല്ല ഇനം കടലപ്പരിപ്പാണ്. മാർക്കറ്റിൽ ഇത് വിലക്കുറവുള്ള സാധനം കിട്ടാനുണ്ട്. പക്ഷേ നല്ലതെടുത്താൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാനില്ല. അങ്ങനെ നാടാർക്കോട്ടിൻ്റെ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ഈ കശുവണ്ടി ചേർക്കുന്നുണ്ട്. പൊതുവേ കശുവണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നില്ല. അതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. കിലോയ്ക്ക് 1000 രൂപയോളം വില വരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് പശുനെയ്യിൽ വറുത്ത ശേഷം ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ ഏലക്കായ്. പിന്നെ ഇത് മെക്കനൈസ്ഡ് ആണല്ലോ, അപ്പോൾ കുറച്ച് നമുക്ക് ഹൈജീൻ കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾ വിറകാണ് ഉപയോഗിക്കുക. ഇതിന് ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് അതിന് നടക്കത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പഴയ രീതിക്ക് തന്നെ വിറക് ഉപയോഗിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പഴയ തനിമയെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഈ കാണുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇത് ചൂടോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള അലുമിനിയം പാത്രങ്ങളിലേക്ക് നിറയ്ക്കും. അത് സെറ്റായി കഴിയുമ്പോൾ പുറത്തെടുത്ത് പാക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഒരു ചെറിയ പീസ് കിണ്ണത്തപ്പം കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ, കിടലിനാണ്.
ഈ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം കൂടി, അതിൻ്റെ നിവൃത്തി കൂടി പറഞ്ഞു തരാം, അതിൻ്റെ മറുപടി കൂടി പറഞ്ഞു തരാം. അതായത് ഇത് കാണുമ്പോൾ പലരും ഇത് ഹൽവയല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇത് ഹൽവയല്ല, ഹൽവയുടെ വേരിയൻ്റ് ആണോ എന്ന് സംശയമുണ്ട്. അതുമല്ല, ഇതാണ് മലബാറിലെ കിണ്ണത്തപ്പം. അതേസമയം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ മറ്റൊരു സാധനമാണ്, അല്ലെങ്കിൽ മറ്റൊന്നിനെയാണ്, മറ്റൊരു വിഭവത്തെയാണ് കിണ്ണത്തപ്പം എന്ന് വിളിക്കുന്നത്. ഇത് മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. മിഥുൻ ചാത്തത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അപ്പോൾ ഏതായാലും ഞാനും ആദ്യം കരുതിയത് ഹൽവ പോലെ, കോഴിക്കോട്ടെ ഹൽവ പോലെയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷേ സജു അത് ആ സംശയം എന്തായാലും അവസാനം പറഞ്ഞു തീർത്തു. അത് ഹൽവയല്ല, പക്ഷേ കോഴിക്കോടൻ ഹൽവ പോലെ കണ്ണൂരുകാർക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു ഭക്ഷ്യവിഭവം കിണ്ണത്തപ്പം. ഏതായാലും ഇനി കണ്ണൂരിൽ പോകുന്നവർ വാങ്ങുക, കഴിക്കുക, അതിൻ്റെ രുചി അറിയുക.